സ്ട്രോബെറി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദോശയ്ക്കും ഇഡ്ലിക്കും പറ്റുന്ന സൈഡ് ഡിഷസ് 4 തരം ചട്നിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. റെഡ് കളറുള്ള തേങ്ങാ ചമ്മന്തി, വൈറ്റ് കളറുള്ള തേങ്ങാ ചമ്മന്തി, തക്കാളി ചമ്മന്തി, പിന്നെ മല്ലിയില ചമ്മന്തി. ഇവ 4ഉം തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ എല്ലാം നല്ല ടേസ്റ്റിയുമാണ്. വീഡിയോയിൽ ഓരോ റെസിപ്പിയും ഓരോ ചാപ്റ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് എല്ലാവരും കോമൺ ആയിട്ട് തയ്യാറാക്കുന്ന റെഡ് കളറുള്ള തേങ്ങാ ചമ്മന്തി തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. ചമ്മന്തിയിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് തേങ്ങ. അതുകൊണ്ട് ചമ്മന്തിക്ക് വേണ്ടി തേങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇന്നിവിടെ എല്ലാ ചമ്മന്തിയും ചെറിയ അളവിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ ഈ 1 കപ്പ് തേങ്ങ കൊണ്ട് 3-4 പേർക്ക് കഴിക്കാവുന്ന അളവിലാണ് ചമ്മന്തി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 2 ചെറുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അളവ് കൂടി പോകരുത്, ചെറിയൊരു കഷ്ണം മതിയാവും. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നല്ല എരിവ് വേണ്ടവർ സാധാ മുളക് പൊടി എടുക്കുക, അല്ലെങ്കിൽ 4-5 വറ്റൽ മുളക് ചേർക്കുക. 3-4 കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതിനി അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് ചേർക്കേണ്ട, കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പം നമുക്ക് എത്രമാത്രം തിക്നെസ്സിലാണോ ചമ്മന്തി വേണ്ടത്, അപ്പം അത് നോക്കി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് ലൂസാക്കിയെടുക്കാം. അപ്പോൾ 1 കപ്പ് തേങ്ങയിലേക്ക് മാക്സിമം ഒരു 1.25 തൊട്ട് 1.5 കപ്പ് വെള്ളം വരെ ചേർക്കുന്നതാണ് അതിൻ്റെ ആ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലത്. ഒത്തിരി അങ്ങ് വെള്ളം ചേർത്താൽ ചമ്മന്തിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടണം. കടുക് ഏകദേശം മുഴുവൻ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 ചെറുള്ളി അരിഞ്ഞ് ചേർക്കാം. ഇതിനെ ഇളക്കി മൂപ്പിക്കാം. കളറ് മാറി ഒരു ഗോൾഡൻ കളർ ആവണം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. ഇനി ഇതും കൂടി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന ചമ്മന്തി കൂടി ചേർക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. തിളയ്ക്കാൻ അനുവദിക്കരുത്. തിളച്ചാൽ ചമ്മന്തി പിരിഞ്ഞു പോകും. ഇതിൽ ജസ്റ്റ് ഒന്ന് ആവി കയറി ചൂടായാൽ മതി. ഒത്തിരി അങ്ങ് ചൂടാക്കി തിളപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അരയ്ക്കുന്ന സമയത്ത് 1 കപ്പ് വെള്ളവും മുഴുവൻ ചേർത്തിരുന്നില്ല, ഒരു 1/4 കപ്പ് വെള്ളമേ ചേർത്തിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ലൂസാക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 1.25 കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വെള്ളം കൂടി ചേർത്ത് കഴിയുമ്പോൾ ഉപ്പൊന്ന് നോക്കി ആവശ്യത്തിനനുസരിച്ച് കുറച്ചും കൂടെ ചേർക്കണം. അങ്ങനെ ആദ്യത്തെ റെഡ് ചട്നി റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇപ്പോൾ തയ്യാറാക്കിയ ചട്നിയിലും ഇനി തയ്യാറാക്കാൻ പോകുന്നതിലും അല്പം പുളിരസം ഇഷ്ടമാണെങ്കിൽ ചെറിയൊരു കഷ്ണം വാളംപുളി, അതായത് നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പുളി അല്പം ചേർത്ത് അരച്ചാൽ മതി. അടുത്തായിട്ട് നമുക്ക് വെള്ള തേങ്ങാ ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. നേരത്തെ പറഞ്ഞ പോലെ നല്ല രുചിയുള്ള നല്ല തേങ്ങ എടുക്കുക. ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പം പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് 1-2 പച്ചമുളക് ചേർക്കുക. 2 ചുവന്നുള്ളി, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല. ഇത് ചമ്മന്തിക്ക് കൊഴുപ്പ് കിട്ടാൻ ചേർക്കുന്നതാണ്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതിന് പകരമായിട്ട് കപ്പലണ്ടി വേണമെങ്കിലും ചേർക്കാം. ഏത് ചേർത്താലും റോസ്റ്റ് ചെയ്തെടുത്ത് ചേർക്കണം. 3-4 കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതാദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും മുളകും പൊട്ടുകടലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് അരയ്ക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ചേർക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കാം.
ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയ 2 ചമ്മന്തിയും ചൂടാക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ അരച്ചെടുത്തതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് താളിച്ചത് ചേർത്ത് ഉപയോഗിക്കാം. ഞാനിവിടെ ചൂടുവെള്ളം അല്ല ചേർത്തിരുന്നത്, അതുകൊണ്ടാണ് പാനിലേക്ക് ഒഴിച്ച് രണ്ടും ചൂടാക്കിയത്. അതിനായിട്ടൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. ഇതിലേക്ക് വേണമെങ്കിൽ ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ചമ്മന്തി ചൂടാക്കുന്നില്ലെങ്കിൽ ഈ കടുക് പൊട്ടിച്ച് അതിലേക്ക് ചേർത്ത് ഇളക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്, അതുകൊണ്ട് ചമ്മന്തി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് ലൂസാക്കാം. വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു ചമ്മന്തിയിലും മൊത്തത്തിലൊരു 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതും തിളയ്ക്കാൻ അനുവദിക്കരുത്, ആവി കയറി ചൂടായാൽ മതി. നന്നായി ചൂടായാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വൈറ്റ് തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് തക്കാളി ചട്നി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, 2 വലിയ അല്ലി വെളുത്തുള്ളി അത് നീളത്തിലൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 1/2 ഇഞ്ച് നീളത്തിലുള്ളത് അതും ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്, ഒരു പച്ചമുളക്, 5 or 6 കറിവേപ്പില. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന തക്കാളി പുളി കുറഞ്ഞിട്ട് മധുരമുള്ള ടൈപ്പാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് ഒരു ചെറിയ കഷ്ണം പുളി കൂടി ചേർത്ത് വഴറ്റുക. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. 2 ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് വീണ്ടും നന്നായി വഴറ്റിയെടുക്കണം. ഈ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം, അത്രയും സമയം ഇത് വഴറ്റിയെടുക്കണം. ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് വേവായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തത് കൊണ്ടാണ് ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. മുളക് പൊടിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറാനായിട്ട് 1 മിനിറ്റ് കൂടി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചെറുതായിട്ടൊന്ന് ചൂട് മാറാനായി മാറ്റി വയ്ക്കാം. കുറച്ചൊന്ന് ചൂട് മാറിയാൽ നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം വെള്ളമൊന്നും ചേർക്കാതെയാണ് ആദ്യം അരയ്ക്കുന്നത്. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർത്താൽ മതി. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 2 ചെറുള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് മൂപ്പായാൽ ഇതിലേക്ക് ഇനി 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ട് തക്കാളി അരച്ചതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് മല്ലിയില ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഒരു വലിയ പച്ചമുളക് എരിവനുസരിച്ച് 1-2 എണ്ണം ചേർക്കാം. 2 ചെറുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല. ഇത് ചേർക്കുന്നത് ഓപ്ഷനിലാണ്. ഇതിന് പകരം പീനട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏതാണേലും റോസ്റ്റ് ചെയ്തെടുത്ത് ഉപയോഗിക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം കൂടി ആദ്യം വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് അരച്ചെടുക്കാം. ഇതിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 4-5 പുതിനയുടെ ഇല കൂടി ചേർക്കാം. അപ്പോൾ ആ പുതിനയുടെ ഒരു ചെറിയൊരു ഫ്ലേവർ കൂടി വരും. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകെല്ലാം ഏകദേശം പൊട്ടിയതിന് ശേഷം 2 ചുവന്നുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം.
ഉള്ളി ഒന്ന് മൂപ്പായാൽ ഇതിലേക്ക് ഇനി 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ട് ഇനി ചട്നിയിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. അങ്ങനെ മല്ലി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 4 തരം ചട്നീസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാ ചട്നിയും നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇവ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ ഫോട്ടോസും ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ മടിക്കരുത്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.